നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. രാജ്ഭവനിലേക്കുള്ള ഡിവൈഎഫ്ഐ മാർച്ച് സുരക്ഷാ വീഴ്ചയെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. DGP അതൃപ്തി അറിയിച്ചു. ശക്തമായ വകുപ്പ് ചുമത്തണമെന്ന നിർദ്ദേശം. വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ഗവർണറുടെ നിർദ്ദേശം. സെനറ്റ് ഹാളിലെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാർക്ക് പദവിയിൽ തുടരാമെന്ന് സർക്കാർ. നിയമോപദേശം തേടിയ ശേഷം സർക്കാരും കോടതിയിലേക്ക്. VC-യുടേത് അധികാര ദുർവിനിയോഗമെന്ന മന്ത്രിമാരായ R. ബിന്ദുവും V. ശിവൻകുട്ടി. സസ്പെൻഷനാണ് അതിൻ്റെ ചെയ്തത്. അതിനനുസരിച്ചുള്ള ഗുരുതരമായ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തെറ്റ് ചെയ്തയാൾക്ക് ശിക്ഷ കിട്ടും. അതിന് നമുക്കതിനകത്ത് വിഷമമില്ല. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അച്ചടക്ക നടപടി പ്രതീക്ഷിച്ച് വകുപ്പ് ചുമതല ജൂനിയർ ഡോക്ടർക്ക് കൈമാറി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനും തയ്യാർ. പർച്ചേസ് നടപടികൾ ലളിതമാക്കണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച വിദഗ്ധ സമിതി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവ് നികത്തിയില്ല. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 14-ാം വാർഡിന്റെ ഒരു ഭാഗം തകർന്നു വീണു. 2 പേർക്ക് പരിക്ക്. അപകടം പറ്റിയത് കെട്ടിടത്തിൽ ചാരി നിന്നവർക്ക്. പൊളിഞ്ഞത് ഉപയോഗശൂന്യമായ ഭാഗമെന്ന് മന്ത്രിമാർ. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ എത്തിച്ച രോഗിക്ക് ചികിത്സ വൈകിയെന്ന ആരോപണം. ദേശീയ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകി ആദരിച്ച് ഖാന. ബഹുമതി ഇരു രാജ്യങ്ങളിലെയും യുവജനങ്ങളുടെ പ്രതീക്ഷകൾക്കും വിശ്വാസാധിഷ്ഠിത സഹകരണത്തിനും സമർപ്പിക്കുന്നുവെന്ന് എക്സിൽ മോദി. ഖാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ സമൂഹവുമായും കൂടിക്കാഴ്ച. ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റിൽ മികച്ച സ്കോറിനായി ഇന്ത്യ. 1ാം ദിനം കളി നിർത്തുമ്പോൾ 5 വിക്കറ്റിന് 310 റൺസ്. ശുഭ്മാൻ ഗില്ലിന് സെഞ്ചുറി. രാജ്ഭവനിലേക്ക് നടന്ന ഡിവൈഎഫ്ഐ മാർച്ചിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന ഗവർണർ. അതൃപ്തി DGP അറിയിച്ചു. ബാരിക്കേഡുകൾ ചാടിക്കടന്ന് പ്രവർത്തകർ എത്തിയതിലെ സുരക്ഷാ വീഴ്ച അന്വേഷിക്കണമെന്ന് രാജ്ഭവൻ DGPയോട് ആവശ്യപ്പെട്ടു. ശക്തമായ നടപടി എടുക്കണമെന്നും രാജ്ഭവൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, ഗവർണർ ശക്തമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. ഗവർണറെ അതൃപ്തി അറിയിച്ചിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, സമീപകാലത്തുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാജ്ഭവന്റെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് DGP അറിയിക്കുകയും അതനുസരിച്ച് DGP ഉത്തരവിറക്കുകയും ആ ഉത്തരവിറങ്ങി മണിക്കൂറുകൾക്കകം ആ ഉത്തരവ് പിൻവലിക്കുകയൊക്കെ ചെയ്തത് വലിയ വിവാദമായിരുന്നു. ഈ രാജ്ഭവന്റെ നിർദ്ദേശപ്രകാരം 6 പോലീസുകാരെയും ഒരു ഡ്രൈവറെയുമാണ് അധികമായി രാജ്ഭവന്റെ വിന്യസിച്ച് ഒരു ഉത്തരവിറക്കി. എന്നാൽ ആ ഉത്തരവ് റദ്ദാക്കിയതിന് പിന്നിൽ സർക്കാർ ഇടപെടലുണ്ടായി എന്ന ആക്ഷേപമൊക്കെ ആ സമയത്ത് ശക്തമായിരുന്നു. റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയെ ചുമതലയേറ്റ ശേഷം ഔദ്യോഗികമായി DGP കാണാൻ കഴിഞ്ഞ ദിവസം ഗവർണറെ കാണാനായി രാജ്ഭവനിൽ എത്തുമ്പോഴും ഗവർണർ ആ നീരസം DGP അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നലെ വൈകിട്ട് 7 മണിക്ക് ശേഷം SFIയും DYFIയും രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. SFIയുടെ പ്രതിഷേധത്തിന് ശേഷം DYFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത് വലിയ രീതിയിൽ തന്നെ സംഘർഷമാവുകയും ഒക്കെ ചെയ്തിരുന്നു. ബാരിക്കേഡുകൾ നിർത്തി സമരക്കാരെ തടയുകയും പോലീസ് തടഞ്ഞുവെങ്കിലും ആ ബാരിക്കേഡുകൾ ചാടിക്കടന്ന് DYFI പ്രവർത്തകർ പ്രധാന കവാടത്തെ, അതായത് രാജ്ഭവന്റെ പ്രധാന കവാടത്തിനരികിൽ വരെ DYFI പ്രവർത്തകർ എത്തിയിരുന്നു. ഇത് വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയുണ്ടായത്. പ്രത്യേകിച്ച് ഗവർണറാണ്, രാജ്ഭവനാണ്, ഭരണഘടനാ തലവൻ, ഭരണഘടനാ സ്ഥാപനമാണ്. അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി. അവിടെ വേണ്ടത്ര രീതിയിൽ പ്രതിഷേധം നടന്നപ്പോൾ ആ പ്രതിഷേധക്കാരെ, സമരക്കാരെ തടയാനായി പോലീസിന് കഴിഞ്ഞില്ല. അവിടെ വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നാണ് രാജ്ഭവൻ പറയുന്നത്. അതിൽ കടുത്ത അതൃപ്തിയും രാജ്ഭവൻ ഗവർണറും അറിയിച്ചിട്ടുണ്ട്. DGP തന്നെ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. മാത്രവുമല്ല, അത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായെങ്കിൽ എവിടെ, എങ്ങനെ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് അന്വേഷിക്കുകയും കടുത്ത നടപടി സ്വീകരിക്കണമെന്നുമാണ് ഇപ്പോൾ രാജ്ഭവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സർക്കാരും ഗവർണറും തമ്മിൽ തുറന്നപ്പോൾ ഒരു വലിയൊരു യുദ്ധത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സുരക്ഷാ വീഴ്ചയുടെ പേരിൽ ഗവർണർ രാജ്ഭവൻ ഒരു മുന്നറിയിപ്പിന്റെ അല്ലെങ്കിൽ ഒരു താക്കീതിന്റെ സ്വരം ഇപ്പോൾ DGPക്ക് നൽകിയിരിക്കുന്നതെന്നും എടുത്തു പറയേണ്ടതാണ്. ശ്രീജ,
ശരി, അൺഫിൽട്ടർ. രാജ്ഭവനിലേക്ക് നടന്ന ഡിവൈഎഫ്ഐ മാർച്ചിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് ഗവർണർ അറിയിച്ചിരിക്കുകയാണ്. അതിർത്തി DGP അറിയിച്ചു. ബാരിക്കേഡുകൾ ചാടിക്കടന്ന പ്രവർത്തകർ എത്തിയതിലെ സുരക്ഷാ വീഴ്ച അന്വേഷിക്കണമെന്നാണ് രാജ്ഭവൻ DGPയോട് ആവശ്യപ്പെട്ടത്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അൺഫിൽഡ് ഡിസൂസ. ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള വിവാദത്തിൽ ഗവർണർക്കെതിരെ വിമർശനം ശക്തമാക്കി CPM-ഉം മന്ത്രിമാരും. ഭരണഘടനയുടെ സംരക്ഷകനാകേണ്ട ഗവർണർ ഭരണഘടനയെ നശിപ്പിക്കരുത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനിയിലെ ലേഖനത്തിൽ പറയുന്നു. കാവിക്കൊടി ഏന്തിയ RSSന്റെ മതാത്മക ബിംബത്തെ സ്വീകരിക്കാനാകില്ല എന്ന് മന്ത്രിമാരായ V ശിവൻകുട്ടിയും R ബിന്ദുവും വിമർശിച്ചു. ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള വാക്പോരുകൾ അവസാനിക്കുന്നില്ല. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഔദ്യോഗിക ചിഹ്നങ്ങളും കൊടിയും ചിത്രങ്ങളും മാത്രമേ സർക്കാർ പരിപാടികളിൽ പാടുള്ളൂ എന്ന നിലപാട് ആവർത്തിക്കുകയാണ് CPM മന്ത്രിമാരും. ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഗവർണർ ഭരണഘടനയുടെ അന്തകനായി മാറരുത് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിക്കുന്നത്. ദേശാഭിമാനി ലേഖനത്തിലാണ് ഗവർണർക്ക് സ്വതന്ത്രമായി നിർവഹിക്കാൻ കഴിയുന്ന ചുമതലകൾ ഒന്നുമില്ല എന്ന് ഭരണഘടന ചൂണ്ടിക്കാട്ടി MV ഗോവിന്ദൻ പ്രതിഷേധം അറിയിക്കുന്നത്. ഒരു സിംഹത്തിനരികെ കുന്തവും കാവി പതാകയും കാവി വസ്ത്രവും അണിഞ്ഞ സ്ത്രീരൂപത്തിന് ഭാരതാംബയുടെ പ്രതീകമാകാൻ കഴിയില്ല എന്ന വിമർശനവും MV ഗോവിന്ദൻ ആവർത്തിക്കുന്നു. അതിനിടെ ഭാരതാംബ ചിത്രത്തിനോടുള്ള നിലപാട് ആവർത്തിച്ച് മന്ത്രിമാരായ V ശിവൻകുട്ടിയും R ബിന്ദുവും രംഗത്തെത്തി. ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു വനിത ഇന്ത്യൻ ഭരണഘടനയിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഒന്നും പറയുന്നില്ല. ഒരു പഞ്ചായത്തിൽ പോലും പാസ്സാക്കിയിട്ടുള്ള കാര്യമല്ലേ. ഭരണഘടന പറയാത്ത ഒന്നിനെയും നാം അങ്ങനെ കാര്യമില്ല. കാവിക്കൊടിയേന്തിയ സ്ത്രീയുടെ ചിത്രം ഇന്ത്യൻ പൊതുമനസ്സിലേക്ക് കൗശലപൂർവ്വം സന്നിവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നോർമലൈസ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അത് ലെജിറ്റിമൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നതായ ദൗത്യം. കാവിക്കൊടിയേന്തിയ മതാത്മക ബിംബത്തിനെ സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ? ഭാരതാംബ ചിത്രത്തെ ചൊല്ലി സർക്കാരിന്റെയും പാർട്ടിയുടെയും പ്രതിഷേധം ശക്തമാകുമ്പോൾ വരും ദിനങ്ങൾ കൂടുതൽ കലുഷിതമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടിയെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം വൈസ് ചാൻസലർക്കില്ലെന്നും നിയമപരമായി നിലനിൽക്കില്ല എന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ചാൻസലറായ ഗവർണർ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ പെരുമാറണം. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. അല്ലാതെ വൈസ് ചാൻസലർക്ക് യഥാർത്ഥത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു സസ്പെൻഷൻ അല്ല. മാത്രമല്ല, ഒന്നാമത്തെ കാര്യം, രജിസ്ട്രാറാണെങ്കിലും മതസംഘടനകൾക്ക് സെനറ്റ് ഹോൾ കൊടുക്കാൻ പാടില്ല എന്നുള്ള തീരുമാനമുണ്ടെന്നാണ് എൻ്റെ അറിവ്. കൊടുക്കാൻ പാടില്ലായിരുന്നല്ലോ, ഇതൊരു മതസംഘടനയല്ലേ. പിന്നെ കൊടുത്തിട്ട് അവർ വന്ന് അവിടെ എന്തൊക്കെയാണ് വയ്ക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകൾ വന്നിട്ട് അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് അവർക്ക് ഇഷ്ടമുള്ളത് വയ്ക്കും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്ന തീരുമാനമുണ്ട് സെനറ്റ് ഹാളിനെ സംബന്ധിച്ച് മതസംഘടനകൾക്ക് കൊടുക്കരുത്. ഇപ്പോൾ കൊടുത്തതൊരു മതസംഘടനയ്ക്കാണ്. അവർ ഗവർണറാണ് വന്ന് അതിന് വേണ്ടിയിട്ട് സംസാരിച്ച. ഗവർണർ ഇത്രയും ഈ മതപ്രചരണവും രാഷ്ട്രീയ പ്രചരണവും ഒന്നും നടത്തരുത് എന്നാണ് ഞങ്ങളുടെ ശക്തമായ അഭിപ്രായം. ഞങ്ങളുടെ എതിർപ്പ് ശക്തിയായി ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ആദ്യ ദിവസം മുതൽ. മുഖ്യമന്ത്രിയാണ് ഈ കാര്യത്തെക്കുറിച്ച് മൗനം. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ പ്രതികരിച്ച് K മുരളീധരൻ. രജിസ്ട്രാറുടെ പല നിലപാടുകളോടും വിയോജിപ്പുണ്ട്, എന്നാൽ സസ്പെൻഷൻ ശരിയല്ല. RSS നയം നടപ്പാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രജിസ്ട്രാറിൻ്റെ പല നിലപാടുകളോടും ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്ത വിഷയത്തിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. RSSൻ്റെ നിയമങ്ങൾ നടപ്പാക്കാനാണ് ഗവർണർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു പക്ഷേ കോടതിയിൽ സമീപിച്ചാൽ അദ്ദേഹത്തിന് കോടതിയിൽ നീതി കിട്ടും. VC ആ ചെയ്യാൻ പാടില്ല. കാരണം VC അഡീഷണൽ ചുമതലയുള്ളൊരു വൈസ് ചാൻസലർ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല. വൈസ് ചാൻസലർ എന്ന നിലയ്ക്ക് അദ്ദേഹം തീരുമാനമെടുക്കുമ്പോൾ കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ കൂടെ മനസ്സിലാക്കേണ്ട ഒരാളാണ്. ഒരിക്കലും ഒരു ബാക്ക് ഡോർ എൻട്രി നടത്താൻ BJPയെ അനുവദിക്കുന്ന പ്രശ്നവുമില്ല. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ യൂണിവേഴ്സിറ്റി ഓഫീസിലെത്തി. SFI പ്രവർത്തകരും സിൻഡിക്കേറ്റ് അംഗങ്ങളും രജിസ്ട്രാർക്ക് ഭരണഘടന നൽകി സ്വീകരിച്ചു. യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് മുകളിൽ SFI പ്രവർത്തകർ ഭരണഘടന വെച്ച് പ്രതിഷേധിച്ചു. VCയുടെ അധിക ചുമതല നൽകിയ സിസ തോമസ് സർവകലാശാല ആസ്ഥാനത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, സസ്പെൻഷനിലായിട്ടും സർവകലാശാലയിലേക്ക് എത്തിയ രജിസ്ട്രാർ KS അനിൽകുമാറിനെ സിസ തോമസ് എങ്ങനെ നേരിടും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് വലിയ പ്രതിഷേധവുമായി SFIയും രംഗത്തുണ്ടല്ലോ.
ശ്രീജ, ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് ഹാളിൽ നിന്ന് ഭാരതാംബ ചിത്ര വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാർക്ക് സസ്പെൻഷൻ നൽകിയത് VC. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു വിവാദമാണ് പുകയുന്നത്. SFI പ്രവർത്തകരും യൂണിവേഴ്സിറ്റി രജിസ്ട്രാറും കേരള യൂണിവേഴ്സിറ്റിയിലെത്തിയ രജിസ്ട്രാർക്ക് ഭരണഘടന നൽകി സ്വീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് യോഗത്തിനൊപ്പം സെനറ്റ് യോഗം ചേരണമെന്ന് ഈ വൈസ് ചാൻസലർക്ക് ഇടത് അംഗങ്ങൾ വീണ്ടും കത്ത് നൽകാനുള്ളൊരു തീരുമാനവുമുണ്ട്. അതിനോടൊപ്പം തന്നെ ഗവർണറുടെ നിർദ്ദേശപ്രകാരമുള്ള കേരള സർവകലാശാല VC മോഹനൻ കുന്നുമലിൻ്റെ നടപടിയെ നിയമപരമായും രാഷ്ട്രീയപരമായും സർക്കാർ നേരിടുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ VCയുടെ നടപടി ചട്ടവിരുദ്ധമാണെന്ന് ആരോപിച്ചുകൊണ്ട് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയിരുന്നു. ഇപ്പോൾ നിലവിൽ സിസ തോമസിനാണ് ഈ രജിസ്ട്രാറുടെ താൽക്കാലിക ചുമതല നൽകിയിട്ടുള്ളത്. സിസ തോമസ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ചുമതല ഏറ്റെടുത്തതിന് ശേഷം അവർ തിരികെ പോകുന്നതായിരിക്കും. ഈ സർവകലാശാലയിലേക്ക് രജിസ്ട്രാർ എത്തിയെങ്കിലും ഔദ്യോഗിക ചുമതലകളിലേക്ക് കടന്നില്ല എന്നുള്ളതാണ്. പകരം ചുമതല നൽകിയ രജിസ്ട്രാർ ഇപ്പോൾ നിലവിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അവർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം തിരികെ പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ SFI പ്രവർത്തകർക്കൊപ്പം ഈ യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരും അധ്യാപകരും VCക്ക് വൈസ് ചാൻസലർ മോഹൻ കുന്നുമലിനെതിരെ രംഗത്തെത്തിയിരുന്നു. അവരും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് ഉയർത്തിയത്. ഏതായാലും സിസ തോമസിനെ അല്പസമയത്തിനകം യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം തിരികെ പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം തുടരുമെന്നാണ് SFIയും ഒപ്പം തന്നെ സെനറ്റ് അംഗങ്ങളും പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം ഈ സെനറ്റ് അംഗങ്ങൾ ഈ രജിസ്ട്രാറുടെ ഈ സസ്പെൻഷൻ നടപടി പിൻവലിക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ശ്രീജ, ശരി. എന്തായാലും സിസ തോമസ് സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം ചുമതല ഏറ്റെടുത്ത ശേഷം അവിടെ നിന്ന് മടങ്ങിപ്പോകാൻ തന്നെയാണ് സാധ്യത എന്ന് തന്നെയാണ് ആതിര രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. താൻ ഉയർത്തിയ പ്രതിഷേധം കൊണ്ട് പ്രയോജനം ഉണ്ടായി എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ബ്യൂറോക്രസിയുടെ പ്രശ്നങ്ങളാണ് താൻ ചൂണ്ടിക്കാട്ടിയത്. പോസ്റ്റിൽ സർക്കാരിനെയോ ആരോഗ്യവകുപ്പിനെയോ കുറ്റപ്പെടുത്തിയില്ല. പക്ഷേ പ്രതികരണത്തിന് കൂടുതൽ മാനങ്ങൾ ലഭിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഗവൺമെൻറ് സെക്ടർ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രൈവറ്റ് സെക്ടറിലോ അല്ലെങ്കിൽ വിദേശത്തോ ജോലി കിട്ടാത്തതുകൊണ്ടല്ല. എനിക്ക് ഗവൺമെൻറ് സെക്ടറിലിരുന്ന ഒരു പർട്ടിക്കുലർ നമ്മുടെ സാമാന്യ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് കെയർ കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. അത് എനിക്ക് സാധ്യമാകാതെ വന്നു കഴിഞ്ഞാൽ അതിലത്ര ഉള്ളൊരു പ്രയാസം മാത്രമേ. അല്ലാതെ എനിക്ക് ജോലി നഷ്ടപ്പെടുമെന്നോ വരുമാനം പോകുമെന്നോ എന്നുള്ള ഭയമല്ല. എന്ത് ശിക്ഷയ്ക്കും തയ്യാറായി നിൽക്കുകയാണ്. ഞാൻ ഇന്നലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജെല്ലാം അടുത്ത എൻ്റെ 2 ജൂനിയർ ഡോക്ടർമാരും തൊട്ടും ജൂനിയറായിട്ടുള്ള മാധവ് സാറും ഷാജി സാറും ലീവാണ്. അപ്പം അതിൻ്റെ തൊട്ട് താഴെയുള്ള ഡോക്ടർ നിർമ്മൽ KPA എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ചാർജുകളും ഏൽപ്പിച്ച് എല്ലാം അടുത്ത എൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന രോഗികളെല്ലാം ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് OP നടത്തും. മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിന്റെ പരിമിതികളെക്കുറിച്ചുള്ള ഡോക്ടർ ഹാരിസിന്റെ വിമർശനം ശരിവെച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട്. ഉപകരണങ്ങൾ വാങ്ങുന്നതടക്കമുള്ള സംവിധാനങ്ങളുടെ പരിമിതി പരിഹരിക്കണമെന്നും വിദഗ്ധ സമിതി നിർദ്ദേശിച്ചു. അതേസമയം ഡോക്ടറുടെ പരസ്യ പ്രതികരണം അച്ചടക്ക നടപടിയാണെന്ന് അന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറും. ആലപ്പുഴ മെഡിക്കൽ കോളേജ് മേധാവി ഡോക്ടർ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ വിദഗ്ധ സമിതിയാണ് അന്വേഷണ റിപ്പോർട്ട് DMAക്ക് കൈമാറിയത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ തള്ളാതെയാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. സിസ്റ്റത്തിന് പ്രശ്നമുണ്ടെന്നും വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയയുടെ കാര്യത്തിൽ ഹാരിസ് പറയുന്നത് വസ്തുതയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ സമയത്ത് ലഭ്യമാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇതിനു മുൻപ് ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും സമിതി വ്യക്തമാക്കുന്നു. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വകുപ്പാണ് യൂറോളജിയുടേത്. ആഴ്ചയിൽ 6 ദിവസവും സങ്കീർണമായ ശസ്ത്രക്രിയകൾ വരെ ഇവിടെ നടക്കുന്നുണ്ട്. എന്നാൽ ഉപകരണങ്ങൾ വാങ്ങുന്ന പ്രക്രിയ ഏറെ സങ്കീർണമാണ്. നടപടിക്രമങ്ങളിലെ നൂലാമാലകൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട സമിതി ഇതിനായി ശുപാർശകളും നൽകിയിട്ടുണ്ട്. സൂപ്രണ്ടുമാർക്കും പ്രിൻസിപ്പാൾമാർക്കും കൂടുതൽ സാമ്പത്തിക അധികാരം നൽകണമെന്നും സമിതി ആവശ്യപ്പെട്ടു. ഡോക്ടർ ഹാരിസിന്റെ പരസ്യ പ്രതികരണം സർവീസ് ചട്ടലംഘനമാണെന്ന് പറയുന്ന സമിതി ഡോക്ടർ ഹാരിസ് ഉൾപ്പെടെ ആർക്കെതിരെയും അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വീണ ജോർജ് അമ്പേ പരാജയമെന്ന് കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് അനാരോഗ്യത്തിലാണ്. വിമർശനം ചൂണ്ടിക്കാട്ടിയാൽ വ്യക്തി അധിക്ഷേപമാണ് മന്ത്രി നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ മന്ത്രി ഒരു അട്ടർ ഫെയിലിയറാണ്. അത് പറയുമ്പോൾ ഞങ്ങളുടെ മെക്കട്ടയ്ക്ക് ചാടിയിട്ട് കാര്യമൊന്നുമില്ല. കെ മുരളീധരൻ്റെ ഹിസ്റ്ററി നോക്കാനല്ല വീണ ജോർജിനെ ആരോഗ്യമന്ത്രിയാക്കിയിട്ടില്ല, കേരളത്തിലെ ആരോഗ്യം നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പകരം വിമർശിക്കുന്നവരെ പേഴ്സണൽ ഹരാസ്മെൻ്റ് അത് അവരുടെ സംസ്കാരമായിരിക്കും. ആരോഗ്യ വകുപ്പിൻ്റെ അനാരോഗ്യത്തിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്.
അത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഗൗരവം മനസ്സിലാക്കണം. ഈ നടപടി ശരിയല്ല. ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കും അത് തിരുത്തേണ്ടതിന് പകരം ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് ഇവിടെ മുഖ്യമന്ത്രിക്കും മന്ത്രിക്കൊക്കെ ഉള്ളത്. ഇപ്പോഴത്തെ സീനെ പറ്റി പറയുമ്പോൾ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്ക് കാണാനാണോ ചെന്നിരിക്കുന്നത്? നിലവിലുള്ള സാഹചര്യം എന്താ? അപ്പോൾ അക്കാര്യത്തിൽ അമ്പേ പരാജയമാണ് ഈ മന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവ് നികത്താതെ ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ. സംസ്ഥാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഏറ്റവും കുറവ് ജീവനക്കാരുള്ളത് കോഴിക്കോടാണ്. ഡോക്ടർമാരില്ലാത്തതിനാൽ അടിയന്തര ശസ്ത്രക്രിയ പോലും മുടങ്ങുന്നതിവിടെ പതിവാണ്. ട്രയാജിൽ രോഗനിർണയം നടത്തുന്നത് ഇപ്പോൾ നഴ്സുമാരാണ്. ഡോക്ടർമാരില്ലാത്തതിനാൽ നഴ്സുമാരുടെ സേവനഭാരവും വർദ്ധിച്ചു. 13% ജീവനക്കാരുടെ കുറവാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളത്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ കണക്ക്. 6% ഡോക്ടർമാരുടെ കുറവ്. ഒരു ഡോക്ടർക്ക് 7542 രോഗികളുണ്ട്. ഏറ്റവും വലിയ കണക്കാണിത്. നഴ്സുമാരുടെ കുറവ് 10%. 6% പാരാമെഡിക്കൽ ജീവനക്കാരുടെ കുറവുമുണ്ട്. നിലവിൽ 7 ജില്ലകളെ പ്രതിദാനം ചെയ്യുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികളുടെ എണ്ണം കൂടുകയും അതിനനുസരിച്ചുള്ള അനുപാതത്തിലുള്ള ഡോക്ടർമാരോ അതിൽ ബാക്കിയുള്ള സേവകരോ ഒന്നും തന്നെ നിലവിൽ ആശുപത്രിയിൽ ഇല്ല. മരുന്നില്ല, സിറിഞ്ചില്ല, ഒന്നും പറയേണ്ട, ഒരു പാരസെറ്റമോൾ വരെ ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ചില ഡോക്ടർമാർ അവധിയെടുത്ത് സ്വകാര്യ പ്രാക്ടീസിനിറങ്ങുമ്പോൾ ദുരിതം ഇരട്ടിയാകുന്നു. സ്വന്തം നാട്ടിലേക്കോ മറ്റിടങ്ങളിലേക്കോ ഡെപ്യൂട്ടേഷനിൽ നഴ്സുമാരും പോകുന്നതോടെയാണ് പ്രതിസന്ധി രൂക്ഷമാകുന്നത്. സംഘടനാ പ്രവർത്തനത്തിനു പോലും ജീവനക്കാർക്ക് ഡെപ്യൂട്ടേഷൻ അനുവദിക്കുന്നതായും ആരോപണമുണ്ട്. എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം പൊളിഞ്ഞു വീണു. ആശുപത്രിയിലെ 14-ാം വാർഡ് കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നത്. കൈവരികളും ചുമരുമാണ് ഇടിഞ്ഞു വീണത്. അപകടത്തിൽ സ്ത്രീക്കടക്കം 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം ഉപയോഗശൂന്യമായ കെട്ടിടമാണ് തകർന്നതെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രിമാരായ വീണ ജോർജും വി.എൻ. വാസവനും പറഞ്ഞു. സർക്കാർ ആശുപത്രികൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണത്. സർജറി ഓർത്തോ വിഭാഗമാണ് മുൻപ് ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്നത്. നിലവിൽ ഉപയോഗശൂന്യമായ കെട്ടിടത്തിൽ ഇന്ന് രാവിലെ 10:45ഓടെയാണ് അപകടമുണ്ടായത്. 3 നിലയുള്ള പഴയ കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. അപകടമുണ്ടായതോടെ 14-ാം വാർഡിന്റെ മറ്റു ഭാഗങ്ങളിൽ ചികിത്സയിലുണ്ടായിരുന്ന രോഗികളെ അടക്കം മാറ്റി. ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി വി.എൻ. വാസവനും സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഉപയോഗശൂന്യമായ കെട്ടിടമാണ് തകർന്നതെന്നും കൂട്ടിരിപ്പുകാർ പഴയ കെട്ടിടത്തിന്റെ ഭാഗത്തെത്തിയതുകൊണ്ടാണ് 2 പേർക്ക് പരിക്കേറ്റതെന്നും മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ഇതുവരെയുള്ള നമ്മുടെ കണ്ടതിൽ ആർക്കും ഗുരുതരമായ പരിക്കില്ല. 2 പേർക്ക് മാത്രമാണ് ചെറിയ ഇഞ്ചുറി ഉള്ളത്. അതാണ് ഇപ്പോൾ മാറ്റി അപ്പുറത്തോട്ടാക്കിയിട്ടുള്ളത്. അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അമൃത ന്യൂസ്, കോട്ടയം. തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി ആംബുലൻസ് ഡ്രൈവർ. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിലെത്തിച്ച KSRTC ഡ്രൈവർക്ക് ചികിത്സ വൈകിപ്പിച്ചു. ഇന്ന് പുലർച്ചെ കുന്നംകുളം പന്നിത്തടത്താണ് KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ KSRTC ഡ്രൈവർ രാജേഷിന് 45 മിനിറ്റോളം കൃത്യമായി ചികിത്സ നൽകിയില്ല. റെഡ് സോണിൽ ബെഡ് ഇല്ലാത്തതിനാൽ സ്ട്രെച്ചറിൽ തന്നെ കിടത്തി. രാജേഷിനെ എത്തിച്ച ആംബുലൻസ് ഡ്രൈവറാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ചികിത്സ വൈകിപ്പിച്ചത് ചോദ്യം ചെയ്തപ്പോൾ ഇത് സർക്കാർ ആശുപത്രിയല്ലേ എന്ന് ജീവനക്കാർ ചോദിച്ചു. ഒടുവിൽ KSRTC അധികൃതരെ ആംബുലൻസ് ഡ്രൈവർ വിവരം അറിയിച്ചു. തുടർന്ന് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ KSRTC ജീവനക്കാർ നിർദ്ദേശിച്ചു. ഇതോടെ അമല ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഒരാൾ മാത്രമേ എണിച്ചിരിക്കണുള്ളൂ. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ഇവിടെ ആരുമില്ലെന്ന് വെച്ചപ്പോൾ സെക്യൂരിറ്റിക്കാരെ വന്നിട്ട് നമ്മളെടുത്ത് റൈസായി, ചൂടായി, ചെറിയ പ്രശ്നമായി, വർത്താനായി. ഡോക്ടേഴ്സ് എണിച്ചു. ആൾക്കാണെങ്കിൽ ബാക്കിയുള്ള ഉറങ്ങുന്ന ആൾക്കാരെ വിളിക്കാൻ ഒരു മടി. അപ്പോൾ നമ്മളവിടെ വർത്താനാക്കിയപ്പോൾ ആൾ എണിച്ചു. കുറേ പേപ്പേഴ്സ് അങ്ങോട്ട് നോക്കി. എന്നിട്ട് ഒരു 3/4 മണിക്കൂർ അങ്ങനെ നിർത്തി. ഈ ആരോപണത്തിൽ മറുപടിയുമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ രാധിക രംഗത്തെത്തി. രോഗിക്ക് കൃത്യമായി ചികിത്സ നൽകിയതാണ്. രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമായിരുന്നു. റെഡ് സോണിനുള്ളിൽ നൽകുന്ന ചികിത്സ പുറത്തുള്ളവർക്ക് അറിയാൻ സാധിക്കില്ല. അതിനാൽ ആരോപണം അടിസ്ഥാനരഹിതമെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ക്യാമ്പസിനകത്തേക്ക് ഇവർ എൻ്റർ ചെയ്തിരിക്കുന്നത് 2:52 നമ്മൾ CCTV നോക്കി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2:53 ഇദ്ദേഹം ട്രയാജിലെത്തുന്നു. ട്രയാജിലെത്തുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ വൈറ്റൽസ് സ്റ്റേബിളാണ്. പൾസ് റേറ്റ്, BP, റെസ്പിറേറ്ററി റേറ്റ്, SpO2 തുടങ്ങിയ സാധനങ്ങളെല്ലാം നമ്മൾ നോക്കി. അങ്ങനെ വൈറ്റൽസ് സ്റ്റേബിളാണ്.
അപ്പോൾ ആ വൈറ്റൽസ് സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ ആദ്യം യെല്ലോ സോണിലേക്ക്, നമ്മുടെ ട്രയാജിങ്ങിൻ്റെ ഇത് പ്രകാരം നമ്മൾ റെഡ് സോൺ, യെല്ലോ സോൺ, ഗ്രീൻ സോൺ എന്നായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ യെല്ലോ സോണിലേക്ക് നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, സിസ്റ്റർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. യെല്ലോ സോണിൽ ഇവരെത്തുന്നു. യെല്ലോ സോണിലെത്തി ഇദ്ദേഹത്തെ പരിശോധിച്ചു, ഡോക്ടർ തന്നെ നോക്കി. അപ്പോൾ ഇദ്ദേഹത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഹിസ്റ്ററി എടുക്കണമല്ലോ. അപ്പോൾ ഹിസ്റ്ററിയും കാര്യങ്ങളും എവിടെ വെച്ച് എങ്ങനെയാണ് സംഭവിച്ചത്, പിന്നെ അത് ഒരു മെഡിക്കൽ ലീഗൽ കേസാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യേണ്ട ഒരു ഇതുമുണ്ട്. അപ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹത്തെ എക്സാമിൻ ചെയ്യുമ്പോൾ ചെവിയിൽ നിന്ന് ബ്ലീഡിംഗ് ഉള്ളതായിട്ടും മൂക്കിൽ നിന്നും തട്ടി വരുന്നതായിട്ടും. ദേശീയ ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഖാന ബഹുമതി പ്രധാനമന്ത്രി അണിയിച്ചാദരിച്ച ഖാന ഇരു രാജ്യങ്ങളിലെയും യുവജനങ്ങളുടെ പ്രതീക്ഷകൾക്കും സാംസ്കാരിക ചരിത്ര വൈവിധ്യത്തിന്റെ കൂട്ടുകെട്ടിനുമാണ് സമർപ്പിക്കുന്നുവെന്ന് ബഹുമതി സ്വീകരിച്ച് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഇന്ത്യയും ഖാനയും തമ്മിലുള്ള സൗഹൃദ സഹകരണം എന്ന ഉത്തരവാദിത്തം ബഹുമതി കൂട്ടുന്നതായും മോദി പറഞ്ഞു. 30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഖാനയിലെത്തുന്നത്. ഖാനയിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഖാന സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലേക്ക് പോകും. 8 ദിവസത്തെ പര്യടനത്തിൽ 5 രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിനെതിരെ ഈ രാജ്യങ്ങളുടെ എല്ലാം പിന്തുണയും സന്ദർശനത്തിൽ ലക്ഷ്യമിടുന്നുണ്ട്. ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയ കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. മകൾ രാത്രി പുറത്തു പോകുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഓമനപ്പുഴ സ്വദേശി ഏഞ്ചൽ ജാസ്മിനെ പിതാവ് ജോസ്മോൻ കഴുത്തിൽ തോർത്തുകൊണ്ട് വരിഞ്ഞു മുറുക്കി കൊലപ്പെടുത്തിയത്. ഏഞ്ചൽ സ്ഥിരമായി രാത്രിയിൽ പുറത്തു പോകുന്നത് പിതാവ് ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസവും പുറത്തുപോയി മടങ്ങിയെത്തിയ ഏഞ്ചലുമായി തർക്കമുണ്ടാവുകയും കയ്യേറ്റത്തിലേക്ക് നയിക്കുകയുമായിരുന്നു. വഴക്കിനിടെ ജോസ്മോൻ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും തുടർന്ന് തോർത്തുപയോഗിച്ച് വരിഞ്ഞു മുറുക്കുകയും ചെയ്തു. ഇരുവരും തമ്മിൽ വഴക്ക് നടക്കുമ്പോൾ മുറിയിലുണ്ടായിരുന്ന മാതാവ് ജെസിമോൾ ഏഞ്ചലിന്റെ കൈ പിടിച്ചു വെച്ചതായും ചോദ്യം ചെയ്യലിൽ ഇവർ പോലീസിനോട് സമ്മതിച്ചു. ഏഞ്ചലിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും അടക്കം വീട്ടിലുണ്ടായിരുന്നിട്ടും മരണവിവരം ആരും പുറത്തു പറഞ്ഞില്ല. ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാനായിരുന്നു കുടുംബത്തിന്റെ ശ്രമം. എന്നാൽ മരണം സ്ഥിരീകരിച്ച ഡോക്ടർമാർക്ക് തോന്നിയ സംശയമാണ് കേസിൽ വഴിത്തിരിവായത്. തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ മകളെ താൻ കൊലപ്പെടുത്തിയതാണെന്ന് ജോസ്മോൻ സമ്മതിക്കുകയായിരുന്നു. ഒന്നാം പ്രതി ജോസ്മോനും വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച തോർത്ത് കണ്ടെത്തി. വീടിനോട് ചേർന്നുള്ള ഷെഡിനു മുകളിൽ വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു തോർത്ത് കണ്ടെത്തിയത്. കൊലപാതക വിവരം അറിഞ്ഞ ജെസിമോളുടെ സഹോദരൻ അലോഷ്യസിനെയും കേസിൽ പ്രതി ചേർത്തേക്കും. കൊലപാതക വിവരം മറച്ചുവെച്ചതിനാണ് കേസെടുക്കുക. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഏഞ്ചലിന്റെ മൃതദേഹം ഓമനപ്പുഴയിലെ വീട്ടിൽ എത്തിച്ചു. സംസ്കാരം ഓമനപ്പുഴ സെന്റ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരെ മൗനം തുടരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെയും രൂക്ഷ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. സിനിമ ചോറാണെന്ന് ആവർത്തിച്ച് പറയുന്ന നടനും കേന്ദ്രമന്ത്രിയുമായി സുരേഷ് ഗോപി തന്റെ സർക്കാരിന്റെ ചെയ്തികളിൽ മൗനം തുടരുകയാണ്. സിനിമയ്ക്ക് വേണ്ടിയും സഹപ്രവർത്തകർക്ക് വേണ്ടിയും ശബ്ദിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്ന് വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ഇംഗ്ലണ്ടിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആദ്യ ദിനം ഇന്ത്യ ഭേദപ്പെട്ടതിനിടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ സെഞ്ചുറിയുടെയും യശസ്വി ജയ്സ്വാളിന്റെ അർദ്ധ സെഞ്ചുറിയുടെയും പിൻബലത്തിലാണ് ഇന്ത്യ മികച്ച സ്കോറിലെത്തിയത്. ടോസ് നഷ്ടമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 1ാം ദിനം കളി നിർത്തുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 310 റൺസ് എടുത്തിട്ടുണ്ട്. 114 റൺസുമായി ശുഭ്മാൻ ഗില്ലും 41 റൺസുമായി രവീന്ദ്ര ജഡേജയുമാണ് ക്രീസിൽ. ഇംഗ്ലണ്ടിനായി ക്രിസ് വോക്സ് 2 വിക്കറ്റ് എടുത്തു. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം.